अब बताएगा उसने। गंगा एവിടെ गई कहाँ? फिर आगे खिड़की बाहर ശ്രീദേവിക്ക് എന്ത് തോന്നിയാലും അത് നല്ല ലക്ഷണമാണ്. ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണ്. मुझे गलत सा कर रही है। उसमें सेम ऐसे ही डाला हुआ है ना बुलबुले में। पूरी कॉपी कर रही है इसकी, पर उसमें थोड़ा लंबा बोलता है उस चीज को ना। ज्यादा बातें करते हैं यहाँ पे। വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ. നോക്കി കണ്ടുമൊക്കെ നടന്നോണം. പോവാം. എങ്കിൽ ആ ശ്രീദേവിയും കൂടെ കൂട്ടിക്കൊണ്ടു പോകും. എന്താ വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം. വേണമെങ്കിലേ നിന്റെ മുറപ്പെണ്ണിന്റെ കൂടെ കിടക്കാം. കിടക്കട്ടെ. നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ. എന്നിട്ട് കഴിയുന്നത്ര അടുത്തിടപഴകാൻ നോക്ക്, ബാല്യത്തിലെന്ന പോലെ. मंदिर पे ले जाना है ना उसे, श्रीदेवी को मंदिर में विजिट അത് करना വേണം उसके നമ്മളെ. साथ। പാവം ട്രീറ്റ്മെന്റ് വല്ലതും നിശ്ചയിച്ചോ? ഈ കാണുന്നതൊക്കെ ട്രീറ്റ്മെന്റ് ഭാഗമാണെന്ന് കൂട്ടിക്കോ. എന്നേ അപ്പോ നഗലേട്ടിനെ കുറിച്ച് സണ്ണി ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നേ? ഞാനൊരു തമാശ പറഞ്ഞതാ, അത് വിട്ടേരെ. അല്ലേലും സണ്ണി ഇങ്ങനെ തന്നെയാ, എന്തിലും ദോഷം. അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം. വില പിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയാ. ജോലിയുടെ ചിലങ്ക. അതായത് 150-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക. ആ वही वाले जो सिली थे ना उसमें। ആ തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം. എവിടെ പോവാൻ? ഇത് തന്നെയാ ആണെന്ന് एक തോന്നാം, मिसिंग था പക്ഷെ ना ഒറിജിനൽ അല്ല. उन ചുമ്മാ गोलों में ഇരി से। സണ്ണി. പുരാവസ്തു ഗവേഷണം എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ട് തന്നെ. എന്നാ അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത് ഇത് നാഗവല്ലിയുടെ ചലങ്കയല്ല. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി. ആരാ തർക്കിച്ച്? ഞാൻ हाँ उसमें वैसे सीन था ना, കാര്യമില്ല, പോ പോയി പണിയോ പോ. बहस करने लगे थे എന്താ ना। സണ്ണി? हाँ उसे गुस्सा आता है। ചുമ്മാ കിടന്ന് തർക്കിക്കാന്നേ മനുഷ്യന്. यहीं पर पहचान लेता है वो। ये कौन है? अच्छा, दरवाजे को लॉक कर रहा है कील ठोक के। ना ना ऐसे ही ठोक रहा था, अंदर घुस गया ना वो उस दरवाजे के। अंदर गया कि अंदर से वहाँ से ना वहाँ से बाहर गया, वो बाहर गया, वहाँ गया था, फिर वहाँ से बाहर वापस आ गया ना। अपने अपने दोस्त को बुलाता है नहीं, गाने बज ही रहे थे तो उसको दोस्त भी देख लेता साथ में। अब उठा दे डंडी। अब एक्टिंग करेगा उसकी, उस राजा की। उसके चप्पल भी पहन रखे थे। नहीं इसमें राजा था वो ये, या फिर ऐसे आम आदमी था होगा? इसमें पता नहीं क्या था। उसमें तो राजा था ना। हाँ ये थोड़ी था राजा, राजा तो दूसरा था उसमें। इस समय तो अक्षय कुमार था ना। मैं कह रहा उसमें राजा था ना एक। हाँ उसमें राजा था, इसमें भी राजा है। इसमें भी पता नहीं राजा ये कि क्या वो जिसकी फोटो लगी है। वही राजा तो था, मैंने बताया था उस बात। राजा बोला था। चक्रन तंबी। നീ ആര്? നാനാ ചണ്ടാള എന്നെയാ യാരെന്ന് കേക്ക്. मुझसे मारना चाहती हो? वो ये समझ के कह रही है ना। ഉന്നാലെ എന്നെ കൊല്ല മുടിയാതെ वही നാഗവല്ലി. राजा है। கண்டிப்பா கொல்லுவேன். வரப்போற துர்காஷ்டமி அன்னைக்கு நான் உன்னை கொல்லுவேன். போறேன், நிச்சயமா திரும்பி வருவேன். உன்னை கொல்வேன், உன் ரத்தத்தை குடிப்பேன். चली गई। जाती कहाँ से है इधर? जाने का तो ये रास्ता है बस, दूसरा रास्ता भी होगा शायद। चली गई। നഗലകുട്ടിയെ ഇനി ഭയപ്പെടാൻ ഒന്നുമില്ല.
പ്രശ്നവിധിയൊന്നും നോക്കിയിട്ടില്ല. ഇനി അഥവാ ഇവിടെ വല്ല ഉച്ചാടനമോ ആവാഹനമോ കുടുംബക്ഷേത്രത്തിലെ മുടങ്ങിക്കിടന്ന നവരാത്രി ഉത്സവം ഈ വർഷം മുതൽ നടത്തണത്രേ. താൻ കരുത് തടസ്സമൊന്നും പറഞ്ഞേക്കരുത്. തനിക്കൊരു ചുക്കും അറിയത്തില്ല. എടോ, ശ്രീദേവിയെ ചികിത്സിക്കാനെന്നും പറഞ്ഞ് താൻ ഇവിടെ ഒരുത്തരെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട് ദേ പോണു. എവിടെ? അവിടെ गार्डन में टहल रहा ആണ് പോലും. എന്ത് ഡോക്ടർ ഇയാൾ ഇവിടെ ഉള്ളവരെ മുഴുവനും ഭ്രാന്ത് പിടിപ്പിക്കും. ഞാൻ फिर अकेले छोड़ दिया इसको ये मुझे डरता होता है। हाँ वो वाला सीन पुल वाला अब कूदेगा उसमें देखो कोई वही ഇങ്ങോട്ട് കയറി വന്നേ. उसी तो लग रहा है उस लड़के की तरह नहीं हाँ वो भी थोड़ा बहुत ऐसे रहता है। ഹിന്ദി അല്ല ഹിന്ദി. പിന്നെ തനിക്ക് എങ്ങനെ തമിഴ് അറിയാം? ദേ എന്നോട് കളി. लग गया എടോ, തന്നെ കണ്ടാൽ തന്നെ അറിയാം അവിടെ താഴെ ഒരു ജാടയാണെന്ന്. സംശയിക്കത്തക്ക പലതരം സാഹചര്യങ്ങൾ സത്യം പറഞ്ഞോ, ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. എനിക്ക് ഇതിന്റെ अच्छा इसकी बहन है ना शायद श्रीदेवी ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഞാൻ അറിഞ്ഞില്ല താൻ ഇത്രയും വലിയൊരു പാവമാണെന്ന്. വലിയ സീരിയസാ. വാ 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 വാ. इसमें सारे डायलॉग भी वही लिए हुए हैं नहीं? നിങ്ങളുടെ ഈ डायलॉग भी बहुत सारे തറവാട്ടിൽ അടുത്ത് सेम തന്നെ है ഒരു കൊലപാതകം നടന്നു. जो इस फिल्म में वही उसमें भी है गुरुले में। അല്ലേ? ഏതായാലും ഈ വരുന്ന ദുർഗാഷ്ടമിക്കപ്പുറം അത് പോവില്ല. किसी को बताया उसने बस दुर्गाष्टमी के बारे में ना अब उसके बारे में करने जाएगा ना, पता करने जाएगा इसी के साथ। നോക്കാം. ചന്തുവിന് എന്നെ വിശ്വാസമുണ്ടോ? उसमें वो ना बोलता ना शायद, क्या तुम मुझे भरोसा करते? बोलता ना താമസിക്കണ്ട. അല്ലിയുടെ उसमें हाँ बोलता है। 10 കിലോമീറ്റർ ഉണ്ട്, ബസ്സിലേ പറ്റൂ. 70 കിലോമീറ്റർ ഉള്ളൂ. ये वो भी जा रहे हैं ये क्या सेम है इसमें, उसमें भी जाते हैं वो उसमें भी नहीं जाते, साइकिल में नहीं जाते हैं। अच्छा तो वही वाला गाना नहीं आता है? हाँ हाँ पता करने के लिए कौन सा वाला था गाना? के का हाँ के वही वाला है। क्या उस गाने का टाइटल? ഒരു നാളും പൂക്കാമാങ്കൊമ്പിൽ अल्लाह हाफिज़ वाला अल्लाह हाफिज़ वाला गाना नहीं आता उसमें? सारी चीजें सेम की हुई है उन्होंने। പറഞ്ഞു നിനയാത്ത നേരത്തൻ പടിവാ. यहाँ से क्या पता लगता है इन्हें वो लड़की के बारे में, उस लड़की के बारे में पता करते हैं ना। श्रीदेवी के बारे में कि उसका बचपन कैसा रहा है। ഒരു മാത്ര കൊണ്ടുവന്നല്ലോ. इसी की बहन थी शायद श्रीदेवी ना। एक कौन है? ആരും ഇല്ല ഇവിടെ. हाँ अब आता ना पुजारी। एक पुजारी आता ना। ഇവിടുത്തെ പ്രശ്നവിധികളും ഒരു ചാർട്ടും തന്നേച്ചിട്ടുണ്ട്. अभी आया नहीं, ഉച്ചാരണത്തിനും ആവാഹനത്തിനുമുള്ള आने वाला ചാർട്ട്. शायद। അതൊക്കെ തിരുമേനി നേരിട്ട് വന്ന് പറഞ്ഞോളൂ. ഈ ചാർത്തും പ്രകാരമുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കിക്കോളാൻ പറഞ്ഞു. ഇപ്പോഴീ തറ കാണുകയാണെങ്കിൽ അവരെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളാനും പറഞ്ഞിട്ടുണ്ട്. എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. सामान की लिस्ट दे दी उसने പിടിച്ച് പൂട്ടിയിടണം. ശ്രീദേവിയെ പൂട്ടിയിടണം. തനിക്ക് എന്തായിട്ട് നിർബന്ധം? लॉक करने के लिए बोला श्रीदेवी को मजे में रहता है मामले की सीरियसनेस को यही समझ रहा है अच्छे से ना। ये बस बाहर जैसे दिखाता है, जैसे ये वैसे ही है കത്തി मतलब। പിച്ചാത്തി വെട്ടുകത്തി. ഈ इसको ഇനത്തിൽ जानता नहीं പെട്ട होगा ढंग से। അയ്യോ ഇതൊക്കെ എവിടെയാ പെറുക്കിക്കൊണ്ട് പോകുന്നേ? ഞങ്ങളെ ഒരു കൊള്ളസൻ ഉണ്ടാക്കാൻ പോവാ. ഇതൊക്കെ പോരട്ടെ. ये किसने भेजा? हाँ वो जहर डाल देती है ना हाँ उसकी चाय में, इसके दोस्त की चाय में। ओ दिख रहा है
अब भागेगा। ये लेकर जा रही है। चाय लेके जा रही है, वो चाय में डाला था അതില് വിഷം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവി പൂട്ടിയിട്ടെന്ന്. ശ്രീദേവി പൂട്ടിയിടണം. गुस्सा कर रहा है ശ്രീദേവി जबरदस्ती के लिए यार उसे बंद कर देता है उसे। पर उसमें तो बताता भी है उसे वो, हाँ वो भी उसके साथ अंदर जाता है, हाँ फिर उसे समझा देता वो। क्या पता अभी बताए। ആ ഡോക്ടറോട് പറ, ചെന്ന് പറ അയാളോട് ആ കലക്കിയ വിഷത്തില് കുറച്ച് എനിക്കൂടെ തരാൻ. अच्छा अब जा रहा अंदर। हाँ അത് ചെയ്തത് ഞാനാണോ? പറ പറ, ഞാനാണോ അത് ചെയ്തത്? अब समझाता उसे वो। क्या देख रहा था ഒരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ നീ അലസമായി ഉറങ്ങിയോ കനവു നെയ്യുന്നു വഴുതി വീണോ വിരസമായോ താളം മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനവ पागल फिर से आ गया उसमें भी अजीब आता है। അമേരിക്കയിൽ നിന്നൊരു ഭ്രാന്തിന്റെ ഡോക്ടർ വന്നു നമ്മുടെ ശാന്തം പറഞ്ഞു. എന്നാലും കണ്ടു എന്റെ പെരുമാറ്റത്തിൽ എന്തെല്ലോ മാറ്റങ്ങളുണ്ട്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ. पर उसमें उसने अपने वो तो लगाया हो ना, लाल रंग तो लगाया हो। പെരുമാറ്റത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടല്ലോ. അപ്പൊ എളുപ്പം ചികിത്സിക്കണല്ലോ. ചികിത്സിക്കാം ഇത്തിരി. ആ പിന്നെ उसमें പോകുമ്പോ ऐसे बोलता है, വെള്ളത്തിൽ पानी से दूर ചവിട്ടാൻ रहना। സൂക്ഷിക്കണം. വെള്ളം തൊട്ടാൽ അപകടം. वेलम बोलते पानी को। वेलम बोल रहे कि वेलम बोल रहे हैं? वेलम से ना ഉത്സവം നടത്തണമെന്ന് പുല്ലാറ്റുപുറം തിരുവന് പറഞ്ഞാൽ പിന്നെ മറുവാക്കില്ല. 3 ദിവസത്തെ കാര്യമേ ഉള്ളൂ. എല്ലാവരും ചേർന്ന് അതങ്ങ് ഭംഗിയാക്കുക. दिखा जरा तो पता नहीं कौन आ रहा है। നിന്റെ അമ്പലത്തിൽ ഇന്ന് കർണശബ്ദം കഥകളിയാണ്. കാണാൻ പോണ്ടേ? ബോറടി. इसको नहीं बताता ना अपने दोस्त को कुछ बताया नहीं इसने अभी तक। इसे बाद में बताता हूँ। റെഡിയാണ്. ഒരു മിനിറ്റ്. എല്ലാവരും കൂടെ ശ്രീദേവിയും കൊണ്ട് പോയിരിക്കുക കഥകളി കാണാൻ. നടത്താൻ പോവല്ലേ? സാരല്ലേ, എങ്ങനെ വരുമെന്ന് നോക്കാം. इसको देख रहा है इसे लग गया। उसको देख रहा है वो बार बार जाएगी ना वो अभी। देखो गायब हो गई। अब जाएगा ये। ഗംഗേ, वही जाती है वो डांस करने।
अच्छा इसका दोस्त अब बताएगा उसने ഗംഗ എവിടെ? गई कहाँ वो फिर? वहीं वहीं चले गई शायद, जहाँ डांस करती वहाँ तो नहीं आ रही? अच्छा यहाँ पर शायद वो उससे मिलती है, वो लड़का नहीं था जो? नहीं मिलती भी नहीं, उसे देखने आती है वो। हाँ उस पे हमला होती हुई कर रही है। हाँ हमला होती कर रही है, ये सोचता है कि जबरदस्ती कर रही है, ये जबरदस्ती कर रहा है। यहाँ उसे लगता है അവരാണ് എന്നെ വെറുതെ വിടന്നെ. ഞാൻ പറയുന്നേക്ക് ഞാനൊന്നും ये फालतू से पीटर था। ചെയ്തില്ല. അവരാണ്. I know. Hold on. I need your help. ഗംഗേ, Come. अब बताएगा उसे। കരുതിയിരുന്നതിലും വളരെ മുൻപ് തന്നെ വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നീ ഇപ്പോൾ അറിയാൻ തുടങ്ങിയാണ്. തീ പിടിപ്പിക്കുന്ന മാടമ്പിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവി. गंगा ही रहती है। ഞാനിവിടെ വന്ന ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ശ്രീദേവിക്ക് അസുഖമൊന്നുമില്ല. ആ ഘട്ടത്തിലാണ് ഒരു ദിവസം ഗംഗയുമായി ഞാൻ തെക്കിനിയിലെത്തിയത്. അവിടെ വെച്ച് बता रहा हूँ उसका। അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. യോജന വരെ എത്തിയ ശ്രീദേവിയുടെ സാന്നിധ്യമാണോ ഗംഗയുടെ രോഗകാരണം? അതറിയാനാണ് അന്ന് ഞാൻ ഗംഗയെ പ്രകോപിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. നാഗവല്ലിയുടെ ചിലങ്കയെ ചൊല്ലി എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഗംഗയോട് എതിർത്തു. जब वो गुस्सा हो जाती है ना, കണ്ടു. ആ നിമിഷങ്ങളിൽ ഒരു നിമിഷം ഗംഗ നാഗവല്ലിയായി മാറുകയായിരുന്നു. ഗംഗയുടെ അസുഖം അതാണ്. ഒരു വാര്യസാരായി പെരുമാറുന്നു, സംസാരിക്കുന്നു, സംസ്കൃത ശ്ലോകം ചൊല്ലുന്നു എന്നൊക്കെ പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്ന്, പൊസഷൻ സ്റ്റേറ്റ് തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ചികിത്സിച്ചില്ലെങ്കിൽ ഇവിടെ ഗംഗയിലെ ആ മറ്റൊരാൾ नागवली समझ रही गंगा आपने। गोली समझते हैं ना उसको। ിൽ നിന്ന് നാഗവല്ലിയായി എഴുന്നേൽക്കുന്ന ഗംഗയ്ക്ക് നിന്റെ ഉറക്കത്തിന്റെ ആഴമളക്കാം. നീ എത്ര സമയം ഉറങ്ങും? രാത്രികാലങ്ങളിൽ നൃത്തം പഠിച്ചിട്ടില്ലാത്ത ഗംഗ തമിഴ് പാട്ട് പാടി നൃത്തം ചെയ്യുന്നു. उसे थोड़ा पता कि वो ये सब कर रही है। കണ്ടെത്താനായി ഞാൻ അന്ന് അർദ്ധരാത്രിക്ക് തെക്കിനിയിലെത്തി. ഗംഗയിലെ ചിത്തരോഗിയുമായി സംസാരിച്ചു. ഭാഷ